Once again, welcome back to KC's Classes. KC's Classes-ന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. This is Kiran CS. ശ്രീനാരായണ ഓപ്പൺ യൂണിവേഴ്സിറ്റി MCOM ഫസ്റ്റ് സെമസ്റ്റർ എക്സാംസ് ആണ് നെക്സ്റ്റ് വരാൻ പോകുന്നത്. സോ നമ്മുടെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസിന്റെ സീരീസ് ഇന്നു മുതൽ ആരംഭിക്കുകയാണ്. സോ നമ്മുടെ സ്മാർട്ട് സ്റ്റഡി വീഡിയോസിന്റെ ഒരു രീതി ആദ്യം തന്നെ പറയാണ്. സോ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് വെച്ചിട്ടാണ്. ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസിൽ നമ്മൾ ഒരു സബ്ജക്റ്റിന്റെ എൻറ്റയർ ഡീറ്റെയിൽസിലോട്ട് പോകും. ഏതൊക്കെയാണ് SC ചാപ്റ്റേഴ്സ്, എങ്ങനെ പ്രയോറിറ്റൈസ് ചെയ്ത് പഠിക്കണം, ലാസ്റ്റ് മൊമെന്റിൽ പഠിക്കുന്ന കുട്ടികളെ ഒന്ന് പാസ് ആകണമെങ്കിൽ മിനിമം ഫോക്കസ് ചെയ്യേണ്ട കാര്യങ്ങൾ, ഇതൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്ന സീരീസ് ആണ് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസിന്റെ സീരീസ്. ദെൻ അതിനുശേഷം എക്സാമിന്റെ സമയത്ത് ഉറപ്പായും പ്രതീക്ഷിക്കുന്ന ഓരോ പാർട്ടിലുള്ള ചോദ്യങ്ങൾ ഡിസ്കഷൻ വീഡിയോ ചെയ്യും. ദെൻ ലാസ്റ്റ് ഡേ എക്സാമിനേഷൻ ടിപ്സ്, എക്സാം റിലേറ്റഡ് ലൈവ്, അങ്ങനെ സ്റ്റുഡൻസിന് വേണ്ടിയിട്ടുള്ള എൻറ്റയർ സപ്പോർട്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഓക്കെ, ദെൻ വീഡിയോയിലോട്ട് പോണേക്കാൾ മുമ്പ് പറയാനുള്ളത്, നമ്മുടെ സ്ഥാപനം ശ്രീനാരായണ ഓപ്പൺ യൂണിവേഴ്സിറ്റി MCOM എല്ലാ സെമസ്റ്ററിലെയും ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമ്മുടെ ആപ്പിലൂടെയാണ് ക്ലാസ്സസ് അവൈലബിൾ ആവുക. റെക്കോർഡ് ക്ലാസ്സസ് ഉള്ളതുകൊണ്ട് തന്നെ എപ്പോൾ വേണമെങ്കിലും പഠിച്ച് ഡൗട്ട് ഉള്ളത് ചോദിക്കാനുള്ള അവസരം ഉണ്ടെന്നുള്ളതാണ്. ഇതുവരെയുള്ള നമ്മുടെ റിസൾട്ട്സ് ഒക്കെ സൂപ്പർ റിസൾട്ട്സ് ആണ് കേട്ടോ. സോ നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് പഠിച്ച് നല്ല മാർക്ക് മേടിക്കാൻ താല്പര്യമുള്ള സ്റ്റുഡൻസിന് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം, ക്ലാസ്സസ് ആക്സസ് ചെയ്യാം. ഓക്കെ, സോ നമുക്ക് എന്തെങ്കിലും വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ MCOM ഫസ്റ്റ് സെമസ്റ്ററിൽ 5 സബ്ജക്റ്റിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രോബ്ലം പേപ്പറാണ് പ്രാക്ടിക്കൽ ടാക്സേഷൻ. സോ ഈ ഒരു സബ്ജക്റ്റിൻ്റെ പ്രത്യേകതയിലോട്ടാണ് നമ്മൾ ആദ്യം കിടക്കുന്നത്. എങ്ങനെ പഠിക്കണം എന്നൊക്കെ നമുക്ക് 1 by 1 ആയിട്ട് കാണാം. അപ്പോൾ ഇതിനെ നമുക്ക് 4 യൂണിറ്റുകളായിട്ട് കാണാൻ സാധിക്കും. 2 ബ്ലോക്കുകളിൽ. അതിൽ ആദ്യം GSTയും പിന്നെ ഇൻകം ടാക്സും ആണ് വരുന്നത്. അപ്പോൾ അതിൽ ഫസ്റ്റ് ബ്ലോക്കിൽ യൂണിറ്റ് നമ്പർ 1 എന്ന് പറയുന്നത് അക്കൗണ്ട്സ് ആൻഡ് റെക്കോർഡ്സ് അണ്ടർ GST ആണ്. ദെൻ നമ്പർ 2 എന്ന് പറയുന്നത് ഫയലിംഗ് ഓഫ് GST റിട്ടേൺസ് ആണ്. ദെൻ നമ്പർ 3 ബ്ലോക്ക് നമ്പർ 2 യൂണിറ്റ് നമ്പർ 1 എന്ന് പറയുന്നത് അക്കൗണ്ടിങ് ഫോർ ഇൻകം ടാക്സിൽ ആദ്യത്തെ അക്കൗണ്ടിങ് ഫോർ TDS ആൻഡ് TCS ആണ്. പിന്നെ വരുന്നത് ഫയലിംഗ് ഓഫ് ഇൻകം ടാക്സ് റിട്ടേൺസ്. ഇതാണ് 4 എണ്ണം വരുന്നത്. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ പാറ്റേൺ, ഇപ്പം നിങ്ങൾ ആദ്യമായിട്ടാണല്ലോ എക്സാം എഴുതുന്നത്, 70 മാർക്കാണ് വരുന്നത് നമുക്ക് ടോട്ടല്. സോ ഈ 70 മാർക്സിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് പാർട്ട് എയിൽ 8 ചോദ്യങ്ങൾ വരുന്നു. അതിൽ 5 എണ്ണത്തിന് ആൻസർ കൊടുക്കണം. 5 × 2 10 മാർക്കാണ് പാർട്ട് എ എന്ന് പറയുന്നത്. പാർട്ട് ബി എന്ന് പറയുന്നത് 5 മാർക്കിൻ്റെ ആണ്. അവിടെ നമുക്ക് 10 ചോദ്യങ്ങൾ വരുന്നു. അതിൽ നമ്മൾ ആൻസർ ചെയ്യേണ്ടത് 6 എണ്ണത്തിനാണ്. ഒരു ചോദ്യത്തിന് 5 മാർക്ക്, അങ്ങനെ 30 മാർക്ക് വരുന്നു. ദെൻ പാർട്ട് സിയിലോട്ട് കിടക്കുന്ന സമയത്ത് അവിടെ 4 ചോദ്യങ്ങൾ വരുന്നു. 2 എണ്ണത്തിന് ആൻസർ കൊടുക്കണം. ഒരെണ്ണത്തിന് 15 മാർക്ക്, അങ്ങനെ 30 മാർക്ക്. അങ്ങനെ ടോട്ടല് 70 മാർക്സിൻ്റെ എക്സാമാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് നിങ്ങളുടെ പാറ്റേൺ. അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ആദ്യമായിട്ടൊന്ന് പറയണമെന്ന് മാത്രം. അപ്പോൾ ഇതിൽ ഈ 4 യൂണിറ്റിൽ ഏറ്റവും ചെറിയ യൂണിറ്റുകൾ എന്ന് പറയുന്നത് ബ്ലോക്ക് നമ്പർ 1 യൂണിറ്റ് നമ്പർ 2ഉം ബ്ലോക്ക് നമ്പർ 2 യൂണിറ്റ് നമ്പർ 2 ആണ്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രണ്ടാമത്തെ അല്ലെങ്കിൽ 4ാമതായിട്ട് വരുന്നത് ഇതാണ് വരുന്നത്. അപ്പോൾ നമുക്ക് എല്ലാവരും ചോദിക്കുന്ന ആദ്യത്തെ ചോദ്യം essay ടോപ്പിക്സ് ഏതൊക്കെയാണെന്നുള്ളതാണ്. 4 essay ഇടണമല്ലോ. അപ്പോൾ 4 എണ്ണത്തിൽ പലപ്പോഴും കണ്ടുവരാറ് ഇൻകം ടാക്സിൻ്റെ ഏരിയയിൽ നിന്ന് ചില സമയത്ത് 3 എണ്ണവും GSTയിൽ നിന്ന് 1 എണ്ണം, ചിലപ്പോൾ ഈക്വൽ ആയിട്ടും കാണാറുണ്ട്. അതിൽ ഒരു പ്രോബ്ലം 3 തിയറിയാണ് കണ്ടുവരാറ് SAക്ക്. അപ്പോൾ ഇതിൽ നിന്ന് ഇൻകം ടാക്സിൻ്റെ ഏരിയയിൽ നിന്ന് പ്രോബ്ലം മിക്കതും ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. GSTയിലും ഒരു പ്രോബ്ലത്തിൻ്റെ ഏരിയ ഉണ്ട്, അത് മാറി മാറി അവർ ചോദിക്കാറുള്ളതാണ്. അപ്പോൾ ഇപ്രാവശ്യം നമ്മൾ കൂടുതൽ എക്സ്പെക്ട് ചെയ്യുന്നത് ഈ പറയുന്ന ഇൻകം ടാക്സിൻ്റെ ഏരിയയിലത്തെ ഒരു പ്രോബ്ലമാണ്. അപ്പോൾ 2 മെയിൻ പ്രോബ്ലംസ് ഉണ്ട് SAക്ക് പ്രതീക്ഷിക്കുന്നത്. അതെന്തായാലും പഠിച്ചു വയ്ക്കണം. അപ്പോൾ നിങ്ങൾക്ക് പഠിച്ചു കഴിയാത്തവരാണ് എങ്കിൽ 2 essay മതി നമുക്ക് എന്ത് ചെയ്യാൻ, പാർട്ട് സി കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ 2 essay നിങ്ങൾ ഏതെങ്കിലും ഒരു ബ്ലോക്ക് ഫോക്കസ് ചെയ്താൽ തന്നെ കിട്ടും. ദാറ്റ് മീൻസ് നിങ്ങളിപ്പോൾ ബ്ലോക്ക് നമ്പർ 2 ഫോക്കസ് ചെയ്താൽ തന്നെ നിങ്ങൾക്ക് 2 essay കിട്ടുന്നത്. എങ്ങനെ പോയാലും ബ്ലോക്ക് നമ്പർ 2 നിന്ന് 2 essay അവരിടും. ഇപ്പോൾ ബ്ലോക്ക് നമ്പർ 2 യൂണിറ്റ് നമ്പർ 2 നിന്ന് ഒരു essay മിക്കതും പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ അത് ഒരെണ്ണം അങ്ങനെയാവും. പിന്നെ ബ്ലോക്ക് നമ്പർ 2 യൂണിറ്റ് നമ്പർ 1 നിന്നും ഒരു essay. ഇപ്പോൾ ഒന്നും കഴിയാത്തവർ ഈ ഒരു അപ്രോച്ച് ഫോളോ ചെയ്യുക. മനസ്സിലാവുണ്ടോ? ഏറ്റവും കൂടുതൽ മാർക്സ് പ്രതീക്ഷിക്കുന്ന ഏരിയ എന്ന് പറയുന്നത്
ബ്ലോക്ക് നമ്പർ 2 ആണ്. ഞാൻ ആദ്യത്തിൽ നിന്ന് ചോദ്യങ്ങളുണ്ട്, ഞാൻ പറഞ്ഞു എന്ന് മാത്രം. കാരണം ഓപ്ഷൻസ് ഉണ്ടല്ലോ അവിടെ. ഇപ്പോൾ പാർട്ട് ബി എന്ന് പറയുമ്പോൾ 10 എണ്ണത്തിൽ 6 എഴുതിയാൽ മതി. അവിടെ നിങ്ങളൊന്നും കഴിയാത്തവരാണെങ്കിൽ ഏതെങ്കിലും ഒരു പാർട്ട് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ബ്ലോക്ക് ഫോക്കസ് ചെയ്താൽ തന്നെ നമുക്ക് അവിടെ പാസ് മാർക്കിനെ അതിനേക്കാൾ കൂടുതൽ അവിടെ കിട്ടും. ഈ പാസ് മാർക്കിൻ്റെ കാര്യം അറിയാത്തവർക്ക് വേണ്ടിയിട്ട് അതും കൂടി പറയണു. 70-ൽ നമുക്ക് മിനിമം 21 വേണം. പിന്നെ ഈ പറയുന്ന ഇന്റേണൽ 30 അസൈൻമെൻറ്റ്, അതിൽ ബാലൻസ് മാർക്ക് മേടിച്ച് അങ്ങനെ നമുക്ക് 35 മാർക്കാണ് 100-ൽ മേടിക്കണ്ടേ. 35 മാർക്സ് പാസ്സാക്കാൻ. നമുക്ക് ജസ്റ്റ് പാസ് മാർക്കല്ലല്ലോ ചെയ്യും, അതിനായിട്ട് നല്ല മാർക്ക് നമുക്ക് മേടിക്കാൻ പറ്റും നല്ല രീതിയിലൊന്ന് ഫോക്കസ് ചെയ്ത് പഠിക്കുകയാണെങ്കിൽ. ഓക്കെ, ഇനി ഞാൻ വീണ്ടും പറയണോ, ഓരോ പാർട്ടിലും ഷുവറായിട്ട് പ്രതീക്ഷിക്കുന്ന ചോദ്യങ്ങളുടെ സെപ്പറേറ്റ് വീഡിയോ അറേഞ്ച് ചെയ്യുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ നമുക്ക് എന്തെങ്കിലും സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഇതിൽ എന്തായാലും നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ട ഏരിയാസ് ഏതൊക്കെയാണെന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ പ്രയോറിറ്റൈസ് ചെയ്ത് പഠിക്കേണ്ട കാര്യങ്ങൾ കൂടിയും ഇത് കഴിഞ്ഞിട്ട് പറയും. ഒന്നും കഴിയാത്തവർക്ക് അപ്പോൾ എന്താ, ഈ പറയുന്ന ചെറിയ 2 ബ്ലോക്കുകൾ നോക്കിയാൽ തന്നെ ചിലപ്പോൾ 2 എസ് കിട്ടുന്നു. ഏത് യൂണിറ്റ് നമ്പർ 2 ബ്ലോക്ക് നമ്പർ 1, യൂണിറ്റ് നമ്പർ 2 ബ്ലോക്ക് നമ്പർ 2. ഈ രണ്ടും ചെറിയ ടോപ്പിക്കുകളാണ്. നിങ്ങൾക്ക് 2 എസ് ചിലപ്പോൾ ഇതിൽ നിന്ന് തന്നെ വരും. അപ്പോൾ അവിടെ തന്നെ പാസ് മാർക്കിനുള്ളതായി. പിന്നെ 2 മാർക്സിന് ഞാൻ ഉറപ്പായും പ്രതീക്ഷിക്കുന്ന കുറച്ച് ഏരിയാസ് നോക്കിയാൽ തന്നെ അവിടെ പാസ്സാകാനുള്ള സാധ്യത വന്നു എന്നുള്ളതാണ്. അപ്പോൾ അതിനുള്ള പോസിബിലിറ്റി ഉണ്ട്. അപ്പോൾ ഒന്നും കഴിഞ്ഞില്ല എന്ന് വെച്ചിട്ട് ആരും എന്ത് ചെയ്യരുത്, ടെൻഷൻ അടിച്ചിരിക്കരുത്. നമ്മൾ ടാക്ടിക്സ് അപ്ലൈ ചെയ്യാം. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം GST ഏരിയയിലോട്ടാണ് നമുക്ക് പോകേണ്ടത്. അപ്പോൾ ഇതിലെന്തായാലും നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ട ഏരിയാസിലോട്ടാണ് പോകുന്നത്. ഇത് എന്തായാലും പഠിക്കണം. അപ്പോൾ അതിന് തന്നെ GST എന്താണെന്നുള്ളത് നിങ്ങൾ അറിഞ്ഞിരിക്കണം കൺസെപ്റ്റ്. ഇതിൽ എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും 2 മാർക്കിൻ്റെ ചോദ്യത്തിൽ ഒന്നുകിൽ ഡിറക്റ്റ് ടാക്സ് അല്ലെങ്കിൽ ഇൻഡയറക്റ്റ് ടാക്സ്, ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം ചോദിക്കാറുണ്ട്. സോ ഇപ്രാവശ്യം ഞാൻ ഇൻഡയറക്റ്റ് ടാക്സ് എന്താണെന്നുള്ളത് കൂടുതൽ പ്രതീക്ഷിക്കുന്നു. എന്തായാലും പഠിച്ചു വയ്ക്കുക. 2 മാർക്സിൻ്റെ ചോദ്യത്തിൽ ചോദിക്കാറുള്ളതാണ് ഇൻഡയറക്റ്റ് ടാക്സ്. ദെൻ 5 മാർക്സിൻ്റെ ഒരു ചോദ്യമാണ് ഡിറക്റ്റ് ടാക്സും ഇൻഡയറക്റ്റ് ടാക്സും. ഇത് തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് നോക്കി വെച്ചോളൂ കേട്ടോ. അതിനുശേഷം ഇൻട്രൊഡക്ഷൻ ടു ഇൻഡയറക്റ്റ് ടാക്സ് GST ആണ്. അപ്പോൾ ഇതിൽ നമ്മൾ അറിയേണ്ട കാര്യങ്ങളിലോട്ട് നമുക്ക് കടക്കാം. ഇപ്പോൾ ആദ്യം ഡ്യുവൽ GST മോഡലുണ്ട്, ചോദിക്കാം. എന്തായാലും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് ഡ്യുവൽ GST മോഡൽ. നോക്കി വെച്ചോളൂ. എന്താണ്, നമുക്ക് എല്ലാ ടാക്സിനെയും 2ആയിട്ട് ഡിവൈഡ് ചെയ്യണം. അതാണല്ലോ ഡ്യുവൽ GST. ഇപ്പോൾ CGST SGST 2ആയിട്ട്, പകുതി സെൻട്രൽ ഗവൺമെൻറ് പകുതി സ്റ്റേറ്റ് ഗവൺമെൻറ്, അങ്ങനെ ഡിവൈഡ് ചെയ്യണം. അപ്പോൾ ആ ഡ്യുവൽ GST മോഡലിൻ്റെ കൺസെപ്റ്റ് നോക്കണം. 5 മാർക്കിൻ്റെ ചോദ്യമാണ്. ദെൻ നെക്സ്റ്റ് ഫീച്ചേഴ്സ് ഓഫ് GST 5 മാർക്കിൻ്റെ നമ്മൾ പ്രതീക്ഷിക്കുന്ന മറ്റൊരു ചോദ്യമാണ്. നിർബന്ധമായും പഠിച്ചു വയ്ക്കുക. ഇതൊക്കെ മാറി മാറി വരുന്നതാണ് കേട്ടോ. SAയ്ക്കും അവർക്ക് എടുത്ത് ചോദിക്കാം. GST എന്താണ്, എക്സ്പ്ലെയിൻ ദ ഫീച്ചേഴ്സ് ഓഫ് GST. അതുപോലെ തന്നെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് GST, ഇതൊക്കെ SA. അപ്പോൾ ഇതും SA ടോപ്പിക്കിലേക്ക് നമുക്ക് പ്രതീക്ഷിക്കാൻ സാധിക്കുന്നതാണ്. ഫീച്ചേഴ്സ് ഓഫ് GST അതിനുള്ള ടോപ്പിക് ഉണ്ട് ഇത്. ഓക്കെ, അപ്പോൾ നിർബന്ധമായും നോക്കുക എന്താണ് GST, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് GST, അതുപോലെ തന്നെ ഫീച്ചേഴ്സ്. ദ നീഡ്സ് ഫോർ GST ഇൻ ഇന്ത്യ 5 മാർക്സിൻ്റെ മറ്റൊരു ചോദ്യമാണ്. ഇതൊക്കെ പക്ക ബേസാണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും അറിഞ്ഞിരിക്കണം. 5 മാർക്കിൻ്റെയിലേക്ക് വേണ്ട ഒരു ഏരിയ ആണ് കേട്ടോ. റേറ്റ്സ് ജസ്റ്റ് ഒന്ന് നോക്കി വെച്ചാൽ മതി. ഇനി നെക്സ്റ്റ് ഇതാണ് SAക്ക് നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു ടോപ്പിക്കാണ്. ടൈപ്സ് ഓഫ് GST ഇൻ ഇന്ത്യ ബേസാണ്, നോക്കി വെച്ചോളൂ കേട്ടോ. CGST SGST വളരെ ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇനിയിപ്പോൾ ചില സമയത്ത് SAക്ക് ഇട്ടില്ല എന്ന് വയ്ക്കുക. ഇതിപ്പോൾ നമുക്ക് 2 മാർക്കിൻ്റെ ആയാലും ചോദിച്ചാൽ എഴുതാൻ പാകത്തിനുള്ളതുണ്ട്. ചിലതെടുത്തിട്ട് ഇങ്ങനെ ചോദിക്കുക. അപ്പോൾ ടൈപ്സ് ഓഫ് GST നോക്കി വയ്ക്കുക. അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ കാര്യവും എന്ത് ചെയ്യരുത്, മിസ് ചെയ്യരുത് കേട്ടോ. ഇനി നെക്സ്റ്റ് സപ്ലൈ അണ്ടർ GST എന്ന് പറഞ്ഞിട്ടുള്ള ടോപ്പിക്കാണ്. അപ്പോൾ ഇതിൽ പലതരത്തിലുള്ള സപ്ലൈ ഉണ്ട്. അതിൽ ഏതെങ്കിലുമൊക്കെ ഒരെണ്ണം 2 മാർക്കിൻ്റെ ചോദ്യത്തിലേക്ക് വരും. ഇപ്പോൾ 0 റേറ്റഡ് സപ്ലൈ, മിക്സഡ് സപ്ലൈ, കോമ്പോസിറ്റ് സപ്ലൈ, എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും ഏതെങ്കിലും ഒരെണ്ണം മാറി മാറി ഇരുന്നതാണ് കേട്ടോ. അപ്പോൾ അതിലോട്ടാണ് പോകേണ്ടത്. അപ്പോൾ ആദ്യം ടാക്സബിൾ ഇവൻ്റ് എന്താണെന്നുള്ളത് കാണാം. അതിൻ്റെ താഴെ കൺസെപ്റ്റ് ഓഫ് സപ്ലൈ. അപ്പോൾ സപ്ലൈ എന്താണെന്ന് നോക്കണം. പിന്നെ ഇത് 2 മാർക്സ് ചോദ്യമാണ്. കോമ്പോസിറ്റ് സപ്ലൈ എന്താണ്, മിക്സഡ് സപ്ലൈ എന്താണ്, ഏതെങ്കിലും ഒരെണ്ണമൊക്കെ 2 മാർക്കിന് ചോദിക്കും. അപ്പോൾ 2 മാർക്സിന് ചോദിച്ചാൽ എഴുതാൻ പാകത്തിന് കണ്ടോ. ഈ പോയിന്റുകൾ നോക്കി വയ്ക്കുക കേട്ടോ. അതുപോലെ തന്നെ ഇൻട്രാ സ്റ്റേറ്റ് സപ്ലൈ എന്താണ്, ഇന്റർ സ്റ്റേറ്റ് സപ്ലൈ എന്താണ്, ഇതൊക്കെ 2 മാർക്സ് ക്വസ്റ്റ്യൻസ് ആണ്. ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ളത്. അതുപോലെ തന്നെ എക്സം സപ്ലൈ. അപ്പോൾ ഒരു 3-4 ടോപ്പിക്കുകൾ. 0 റേറ്റഡ് സപ്ലൈ ഞാൻ പറഞ്ഞു. ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം നമുക്ക് പ്രതീക്ഷിക്കാം.
ദെൻ അതിനുശേഷം ടൈം ഓഫ് സപ്ലൈയുടെ കൺസെപ്റ്റ് ഉണ്ട്, വാല്യൂ ഓഫ് സപ്ലൈയുടെ കൺസെപ്റ്റ് ഉണ്ട്. അതങ്ങനെ ഒക്കെ അറിഞ്ഞു വെച്ചാൽ മതി, അങ്ങനെ വല്ലാണ്ട് റിപ്പീറ്റ് അല്ല. അപ്പോൾ ദാറ്റ്സ് അബൌട്ട് സപ്ലൈ ഡീറ്റെയിൽസ്. ശരിക്കും വലിയൊരു ടോപ്പിക്കാണ് അത്, ബട്ട് നമ്മുടെ സിലബസിൽ അത് ജസ്റ്റ് മെൻഷൻ ചെയ്ത് പോകണമല്ലോ, അല്ലാണ്ട് വല്ലാണ്ട് ഡീറ്റെയിൽ ആയിട്ട് കണ്ടില്ല. ഇനി 5 മാർക്കിൻ്റെ ഒരു ചോദ്യമാണ് കേട്ടോ, അക്കൗണ്ട്സ് ആൻഡ് അതർ റെക്കോർഡ്സ് ആൻഡ് പീരീഡ് ഓഫ് റിട്ടൻഷൻ ഓഫ് അക്കൗണ്ട്സ് എന്ന് പറഞ്ഞിട്ടുള്ളത്. എത്രത്തോളം ടൈം ഇത് നമ്മൾ കീപ്പ് ചെയ്ത് വെക്കണം എന്നുള്ളതാണ് നെക്സ്റ്റ് ടോപ്പിക്ക്. വല്ലാണ്ട് റിപ്പീറ്റ് ആണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെയല്ല. ഇനി ഇതിൽ നെക്സ്റ്റ് അഗെയിൻ 2 മാർക്കിൻ്റെ ചോദ്യത്തിൽ കണ്ടുവന്നിട്ടുള്ളതാണ് ടാക്സ് ഇൻവോയ്സ് എന്താണ്. ഇത് 5 മാർക്കാണ്. ഇമ്പോർട്ടൻറ്റ് കണ്ടൻസ് ഓഫ് ടാക്സ് ഇൻവോയ്സ്. ഇമ്പോർട്ടൻറ്റ് കണ്ടൻസ് ഓഫ് ടാക്സ് ഇൻവോയ്സ് ഈസി ചോദ്യമാണ്, 5 മാർക്കിന് വന്നിട്ടുണ്ട് കേട്ടോ. 5 മാർക്സ് ക്വസ്റ്റിനാണ്, നോക്കി വെച്ചോളൂ. 5 മാർക്കിൻ്റെ 2 പ്രാവശ്യം അല്ലേ നമുക്ക് പ്രതീക്ഷിക്കാൻ സാധിക്കുന്ന ഒരു ചോദ്യം കൂടിയാണത്, എളുപ്പത്തിൽ സ്കോർ ചെയ്യാനും സാധിക്കും. ഇനി നെക്സ്റ്റ് 2 മാർക്സിൽ ഡെബിറ്റ് നോട്ട് എന്താണ്, ക്രെഡിറ്റ് നോട്ട് എന്താണ്. ഇതിലേതെങ്കിലും ഒരെണ്ണം മാറിയിടും. ഒരു പേപ്പറിൽ ഡെബിറ്റ് നോട്ട് ഇട്ട് കഴിഞ്ഞാൽ നെക്സ്റ്റ് പേപ്പറിൽ ക്രെഡിറ്റ് നോട്ട്, അങ്ങനെയാണ് കണ്ടുവന്നിട്ടുള്ളത്. ദെൻ ഈ ഇൻവോയ്സിങ് ഉണ്ട്. ഇനി നെക്സ്റ്റ് വേ ബില്ലാണ്, ഇലക്ട്രോണിക് വേ ഓഫ് ബില്ല്. 5 മാർക്കിൻ്റെ ഇതിൽ നിന്ന് ഏതെങ്കിലും ഒരു ചോദ്യം പ്രതീക്ഷിക്കുന്നു. വേ ബില്ല് എന്താണ്, അത് വേണ്ടാത്ത സാഹചര്യങ്ങൾ, അങ്ങനെയൊക്കെയുള്ള ചോദ്യം 5 മാർക്കിൻ്റെ പ്രതീക്ഷിക്കുന്നു. വേ ബില്ലിനെ പറ്റിയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ എല്ലാ പേപ്പറിലും ഇടാറുണ്ട് അവർ. ഓക്കെ, അപ്പോൾ വേ ബില്ലിൻ്റെ കൺസെപ്റ്റ് നോക്കി വയ്ക്കുക. മെത്തേഡ്സ് ടു ജനറേറ്റ് വേ ബില്ലുണ്ട്, ഡീറ്റെയിൽസ് ടു ബി ഫർണിഷ്ഡ് ഇൻ ഫോം, GST EWB മെയിനായിട്ട് ഫോക്കസ് ചെയ്യേണ്ടത്. ഇനി അപ്പോൾ വേ ബില്ല് എന്താണെന്ന് നോക്കി വയ്ക്കുക. പിന്നെ ഈ പറഞ്ഞ കാര്യങ്ങൾ ഇത് നോക്കിക്കോളൂ കേട്ടോ. 2 പാർട്സ് വേ ബില്ലിൻ്റെ. വേ ബില്ലിനെ റിലേറ്റ് ചെയ്തിട്ടുള്ളൊരു കാര്യം ചോദിക്കും. ഇനി അതിൽ സ്പെസിഫിക് ആയിട്ട് പ്രതീക്ഷിക്കുന്ന ഏരിയാസ് എന്തായാലും നിങ്ങൾ നോക്കേണ്ടത് എന്തായാലും കേട്ടോ. ഇത് ഒരു പ്രാവശ്യം സിറ്റുവേഷൻ അണ്ടർ വിച്ച് വേ ബിൽ ഈസ് നോട്ട് റിക്വയർഡ് 5 മാർക്കിൻ്റെ ചോദ്യത്തിൽ ഒരു പ്രാവശ്യം ചോദിച്ചിട്ടുള്ളതാണ്. 5 മാർക്സിൻ്റെ ഈ പോയിന്റുകൾ എഴുതി വയ്ക്കണം. ഇതാണ് ഇതിനായിട്ട് മുമ്പ് ചോദിച്ചിട്ടുള്ളത് വേ ബില്ലിനെ റിലേറ്റ് ചെയ്തിട്ട്. കൺസെപ്റ്റ് എന്തായാലും അറിഞ്ഞു വയ്ക്കുക. ഇനി GSTN ആണ്. GSTN എന്താണെന്നുള്ള 2 മാർക്സിൻ്റെ ചോദിച്ചിട്ടുള്ളതാണ്. ഇതിനായിട്ട് മുമ്പത്തെ പേപ്പറിൽ സ്ട്രക്ചർ ഓഫ് GSTN 5 മാർക്കിൻ്റെയും ചോദിച്ചിട്ടുണ്ട്. അതിൻ്റെ ഫങ്ഷൻസ് നോക്കി വയ്ക്കുക. അപ്പോൾ 2 മാർക്കിൻ്റെ GSTN ചോദിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ സ്ട്രക്ചർ ഫങ്ഷൻസ് 5 മാർക്സിൻ്റെയിലും നമുക്ക് പ്രതീക്ഷിക്കാൻ സാധിക്കുന്ന ഒരു ടൈപ്പ് ചോദ്യമാണ് കേട്ടോ. ദെൻ നെക്സ്റ്റ് 2 മാർക്സ് ചോദ്യം HSN കോഡ്, SAC കോഡ്, ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം മാറി വരാറുണ്ട്. അപ്പോൾ അതൊക്കെ 2 മാർക്കിൻ്റെ പഠിച്ചാൽ മതി. ഞാൻ പറയണമൊക്കെ 2 മാർക്സിൻ്റെ പറയണമെങ്കിൽ അത്രയ്ക്ക് പഠിക്കണ്ടോ, വലിച്ചു വാരിയൊന്നും പഠിക്കണ്ട. 2 മാർക്സിൻ്റെ വേണ്ട 2-3 സെൻറ്റൻസ്. SAC കോഡ് എന്താണ്, HSN കോഡ് എന്താണെന്ന് മാത്രം പഠിക്കുക. ദെൻ നെക്സ്റ്റ് കോമ്പോസിഷൻ ലെവി എന്താണ്, 2 മാർക്സിലേക്ക് നോക്കുക. അതിനുശേഷം GST രജിസ്ട്രേഷനെ പറ്റിയിട്ടുള്ള കാര്യങ്ങളാണ്. അതിൻ്റെ ബെനഫിറ്റ്സ് 5 മാർക്കിൻ്റെ നമ്മൾ പ്രതീക്ഷിക്കുന്നൊരു ചോദ്യമാണ് കേട്ടോ. അതുപോലെ തന്നെ ടൈപ്സ് ഓഫ് GST രജിസ്ട്രേഷൻ നമുക്ക് വലിയ മാർക്കിൻ്റെയിലേക്ക് പ്രതീക്ഷിക്കാൻ സാധിക്കുന്നതാണ്. ടൈപ്സ് ഓഫ് GST രജിസ്ട്രേഷൻ. ഓക്കെ, എങ്ങനെയൊക്കെയാണ് GST രജിസ്ട്രേഷൻ വരുന്നത് എന്നുള്ളതാണ് 5 മാർക്കിൻ്റെയിലേക്ക് ആവാം. ശരിക്കും 5 മാർക്സിനുള്ള സ്കോപ്പ് ഉള്ളത്. ഇനി നെക്സ്റ്റ് GST ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ലെഡ്ജേഴ്സാണ്. ഇതിൽ ഏതെങ്കിലും ഒരു ലെഡ്ജർ എന്താണെന്നുള്ളത് 2 മാർക്സിൻ്റെ വരാറുണ്ട്. ഇലക്ട്രോണിക് ക്യാഷ് ലെഡ്ജർ എന്താണ്, അതുപോലെ തന്നെ ഇലക്ട്രോണിക് ക്രെഡിറ്റ് ലെഡ്ജർ എന്താണ് നോക്കി വയ്ക്കുക കേട്ടോ. ഇലക്ട്രോണിക് ക്യാഷ് ലെഡ്ജർ, അതുപോലെ ലൈബിലിറ്റി ലെഡ്ജർ ഉണ്ട്. അപ്പോൾ ഇതൊക്കെ എന്താണെന്ന് അറിഞ്ഞു വയ്ക്കുക. ഇനി മിക്ക പേപ്പറിലും കണ്ടുവന്നുള്ളൊരു ചോദ്യമാണ് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ്. ITC എന്താണ്, ഒരു കാരണവശാലും സ്കിപ്പ് ചെയ്യരുത് കേട്ടോ. ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ്. ദെൻ ഇനി ഇതിൽ ലാസ്റ്റ് ഏരിയയിലാണ് TCSനെ പറ്റിയിട്ടുള്ളതും കാര്യങ്ങൾ വരുന്നത്. ഇമ്പോർട്ടൻറ്റ് ടേംസ് അണ്ടർ TCS. ഇത് പഠിച്ചു വെച്ചോളൂ, ഒരു SAക്ക് ചോദിക്കാൻ സാധ്യതയുള്ളൊരു ചോദ്യമാണ്. അതുപോലെ തന്നെ അതിനുശേഷം വരുന്നത് TDS ആണ്. അപ്പോൾ TDS എന്താണ്, TCS എന്താണെന്നുള്ളത് എന്തായാലും അറിയണം. പിന്നെ ഇൻകം ടാക്സിലും ഇതിൻ്റെ മെയിൻ ഏരിയ വരുന്നത് അവിടെയാണ്. അപ്പോൾ TCSൻ്റെ ടേംസ് എന്തായാലും നോക്കി വയ്ക്കുക കേട്ടോ. പിന്നെ TDSനെ പറ്റിയിട്ടുള്ള മെയിൻ സംഭവം എന്ന് പറയുന്നത് നമുക്ക് ഇൻകം ടാക്സിലാണ് വരുന്നത്.
GST-നേക്കാൾ ഉപരി. ഓക്കെ. ദെൻ ഫൈനലി റീഫണ്ട് ഓഫ് ടാക്സ് ഉണ്ട്. ഇത് SAക്ക് പ്രതീക്ഷിക്കുന്നൊരു പ്രോബ്ലം TDSൽ. പാസ് ജേർണൽ എൻട്രീസ് ഫോർ ദ ഫോളോയിങ് ട്രാൻസാക്ഷൻ ഇൻ ദ ബുക്സ് ഓഫ് സോൾ ട്രേഡർ. അപ്പോൾ ഇതിൽ നിന്ന് നമ്മളെ പ്രോബ്ലമായിട്ട് SAക്ക് പ്രതീക്ഷിക്കുന്ന ഇതാണ്. അപ്പോൾ ഇതിലുള്ള ഈ പറയുന്ന പ്രോബ്ലംസ് എന്തായാലും വർക്കൗട്ട് ചെയ്ത് നോക്കുക. ഒരു കാരണവശാലും സ്കിപ്പ് ചെയ്യരുത്. ജേർണൽ എൻട്രീസ് നമുക്ക് പ്രതീക്ഷിക്കാം. 2 ടോപ്പിക്, ഈ 2 മൊഡ്യൂൾ നമ്പർ അല്ലെങ്കിൽ യൂണിറ്റ് നമ്പർ 1 ബ്ലോക്ക് നമ്പർ 1-ലത്തെയും അതുപോലെ തന്നെ ബ്ലോക്ക് നമ്പർ 2-ലത്തെ യൂണിറ്റ് നമ്പർ 1-ലെയും പ്രോബ്ലംസിൽ ഏതെങ്കിലും ഒരെണ്ണം ആണ് SA വരുന്നത്. അപ്പോൾ ഞാൻ കൂടുതൽ ഇപ്രാവശ്യം അഡ്വാൻസ് ടാക്സ് എന്ന് പറഞ്ഞിട്ട് ഇൻകം ടാക്സിലത്തെ പ്രതീക്ഷിക്കുന്നു. ഇതും നോക്കി വയ്ക്കുക. ഓക്കെ. അപ്പോൾ ഇങ്ങനെ വലിയൊരു യൂണിറ്റാണ് ബ്ലോക്ക് നമ്പർ 1 യൂണിറ്റ് നമ്പർ 1. അപ്പോൾ ഇതിൽ ഞാൻ ഈ പറഞ്ഞ ചോദ്യങ്ങളൊക്കെ ഇപ്പം ഞാൻ പറഞ്ഞിട്ടുള്ള ഈ ബേസിക് കാര്യങ്ങളാണൊക്കെ അതൊക്കെ മാറി മാറി വരുന്നതാണ്. ഓക്കെ. അപ്പോൾ സ്കിപ്പ് ചെയ്യാതിരിക്കുക. ഒന്നും കൂടിയും സമ്മപ്പ് ചെയ്ത് പറയുകയാണെങ്കിൽ യൂണിറ്റ് നമ്പർ 1-ൽ ആ GST എന്താണ്, GSTയുടെ ടൈപ്സ്, GSTയുടെ ബേസിക് കാര്യങ്ങൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഡയറക്റ്റ് ടാക്സ്, ഇൻഡയറക്റ്റ് ടാക്സിൻ്റെ കൺസെപ്റ്റ്, അതിൻ്റെ ഡിഫറൻസ് നോക്കാൻ പറഞ്ഞു. അതുപോലെ തന്നെ ഈ പറയുന്ന സപ്ലൈ, പലതരത്തിലുള്ള സപ്ലൈ HSN കോഡ്, സാക്ക് കോഡ്, അതൊക്കെ എന്തായാലും നോക്കേണ്ടതാണ്. എല്ലാ പേപ്പറിലും വരുന്നതാണ്. E-way ബില്ല്, പിന്നെ ലെഡ്ജർ, ഇലക്ട്രോണിക് ക്യാഷ് ലെഡ്ജർ, ഇലക്ട്രോണിക് ക്രെഡിറ്റ് ലെഡ്ജർ, പിന്നെ TCS, TDS, ദെൻ പ്രോബ്ലം ലാസ്റ്റ് പറഞ്ഞത് എല്ലാ പേപ്പറിലും വരുന്നതാണ്. TCSൻ്റെ ഈ പറയുന്ന ഫോമുകൾ. പിന്നെ ഞാൻ എന്തായാലും നോക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്ന ഏരിയ GSTN നെറ്റ്വർക്ക്, ITC. അപ്പോൾ ആ പറഞ്ഞ കാര്യങ്ങളൊന്നും സ്കിപ്പ് ചെയ്യാതിരിക്കുക. ഞാൻ വീണ്ടും പറയണു, ഉറപ്പായും പ്രതീക്ഷിക്കുന്ന ചോദ്യങ്ങളുടെ വീഡിയോ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അത് എന്തായാലും കുറച്ചും കൂടി കൂടുതൽ ഫോക്കസ് ചെയ്ത് പഠിക്കുകയും ചെയ്യുക. പിന്നെ ഞാൻ 2 മാർക്കിൻ്റെ പറഞ്ഞാൽ 2 മാർക്കിൻ്റെലേക്ക് 5 മാർക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പോയിന്റുകൾ മാത്രം നോക്കുക. ഓക്കെ. ഇപ്പോൾ SAക്ക് ഇപ്പോൾ ഇതിൽ സ്കോപ്പുള്ള ഒരു പ്രോബ്ലവും പിന്നെ GST എന്താണ്, GSTയുടെ ഡിഫറെൻറ്റ് ടൈപ്സ്, ഫീച്ചേഴ്സ്, ഇതൊക്കെയാണ് SAക്ക് സ്കോപ്പുള്ള കാര്യങ്ങൾ ഈ ഒരു യൂണിറ്റിൽ നിന്ന്. ഓക്കെ. ഇനി നെക്സ്റ്റ് ഫയലിംഗ് ഓഫ് GST റിട്ടേൺ ആണ്. ചെറിയ ചാപ്റ്ററാണ്. അപ്പോൾ ഇതിൽ നമ്മൾ ഫോക്കസ് ചെയ്യേണ്ട കാര്യങ്ങൾ GST റിട്ടേൺ എന്താണ്, ബെനഫിറ്റ്സ് ഓഫ് GST റിട്ടേൺ 2 മാർക്കിൻ്റെ ചോദ്യത്തിലേക്ക് ഉണ്ട്. ഫർണിഷിങ് ഗവൺമെൻറ് ഹാസ് സ്റ്റാർട്ടഡ് GSTR 1 ഓരോന്നിനെ പറ്റിയിട്ടാണ്. ഇത് കുറച്ചൊരു ഡ്രൈ ഏരിയ ആണ് കേട്ടോ. GSTR 1 ദ ഫോളോയിങ് ഇൻഫർമേഷൻ ഈസ് റിക്വയർഡ് ടു ബി ഫർണിഷ്ഡ് ഇൻ ഫോം GSTR 1 എന്തൊക്കെയാണെന്നുള്ളതൊക്കെയാണ്. ശരിക്കും പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കുറച്ചൊരു ഡ്രൈ ഏരിയ ആണ്. കൂടുതൽ നിങ്ങൾക്ക് അതുകൊണ്ട് തന്നെ GST ഏരിയയിൽ യൂണിറ്റ് നമ്പർ 1-ലേക്ക് നിങ്ങൾ കൂടുതൽ ഫോക്കസ് കൊടുക്കുക. അതിൽ നിന്നാണ് കൂടുതൽ ചോദ്യങ്ങൾ വരാം. ഓക്കെ. പിന്നെ ഇൻകം ടാക്സും. ദെൻ 3B പറ്റിയിട്ടുണ്ട്. പ്രൊസീജിയർ ഓരോന്നിൻ്റെയും ഫയൽ ചെയ്യണതിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങളാണ് നിങ്ങൾക്ക് കാണാൻ പറ്റുക. അപ്പോൾ അതിലുള്ള പ്രൊസീജിയേഴ്സ് എങ്ങനെയാണെന്നുള്ളത് നോക്കി വയ്ക്കാം. GSTR 1 അതുപോലെ തന്നെ ഇപ്പോൾ 5 ഓരോന്ന് എന്താണെന്നുള്ളത് നിങ്ങൾക്ക് നോക്കി വയ്ക്കുക കേട്ടോ. ഓക്കെ. അതല്ലാണ്ടുള്ളത് അതാണ് മെയിനായിട്ട് ഇതിൽ. ശരിക്കും ഇതിൽ യൂണിറ്റ് നമ്പർ 1 ആണ് നിങ്ങളുടെ മെയിൻ ഫോക്കസ്. അതിലേക്കാണ് കൂടുതൽ ഫോക്കസ് കൊടുക്കേണ്ടത്. ഈ പറഞ്ഞ 2-ൽ ആ കൂടിയിട്ട് ഒറ്റ കൺസെപ്റ്റാണ് റിട്ടേൺ ഫയൽ ചെയ്യുന്നതിനെ പറ്റിയിട്ടും അതിൽ പല തരത്തിലുള്ള റിട്ടേണിൻ്റെ കാര്യങ്ങളാണ്. അത് പറഞ്ഞാൽ അത് കുറച്ചൊരു ഡ്രൈ ഏരിയ ആയതുകൊണ്ട് തന്നെ നിങ്ങൾ ആ യൂണിറ്റ് നമ്പർ 1-ലേക്ക് കൂടുതൽ ഫോക്കസ് ചെയ്ത് പഠിക്കുക. ഇതിൽ നിന്ന് വരണ ചോദ്യങ്ങളുടെ എണ്ണം ഇതാണ് ഉള്ളത്. ഇത് നോക്കാം. ഫയലിംഗ് ഓഫ് GSTR റിട്ടേൺ ഓൺലൈൻ. ഇതിപ്പോൾ SAക്ക് ഒന്ന് എഴുതിയിടുകയാണെങ്കിൽ ഈ ഒരു ടോപ്പിക്കാണ് ശരിക്കും ഇതിൽ ഒരു SA ടോപ്പിക് എന്ന് പറയാനുള്ളത്. എളുപ്പമാണ്, സ്കോർ ചെയ്യാനും പറ്റും. അപ്പോൾ ഇത് മാത്രമേ എനിക്ക് സജസ്റ്റ് ചെയ്യാനുള്ള മെയിനായിട്ട് കേട്ടോ. എങ്ങനെയാണിത് ഫയൽ ചെയ്യുക, പിന്നെ ആനുവൽ റിട്ടേൺ എന്താണെന്നുള്ളതുണ്ട് നോക്കാം. ദെൻ ഫൈനൽ റിട്ടേൺ, ഓരോ റിട്ടേൺ എന്താണെന്നുള്ളത് നോക്കി വെച്ചോളൂ കേട്ടോ. ITC റിവേഴ്സൽ ഇതെന്തായാലും നോക്കിക്കോളൂ. ITC റിവേഴ്സൽ. അപ്പോൾ റിട്ടേൺ ഫയൽ ചെയ്യുന്നത് എങ്ങനെയാണ് GST റിട്ടേൺ ഓൺലൈനായിട്ട് അത് നോക്കാം. പിന്നെ ഈ പറയുന്ന 1-2 ഏരിയാസ്. അപ്പോൾ അതിലോട്ട് എന്തായാലും മിനിമം ഫോക്കസ് ചെയ്ത് പഠിക്കും.
ദാറ്റ്സ് ഓൾ. അപ്പോൾ ഇതാണ് ബ്ലോക്ക് നമ്പർ 1 GSTനെ പറ്റിയിട്ട് നിങ്ങൾ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്ന കാര്യങ്ങൾ പറയാനുള്ളത്. അപ്പോൾ 1 ഞാൻ പറഞ്ഞ കാര്യങ്ങൾ മാക്സിമം നോക്കുക, അതിൽ സ്കിപ്പ് ചെയ്യാൻ അധികം ഇല്ല. 2ലാണ് നമുക്ക് സ്കിപ്പ് ചെയ്ത് പഠിക്കാനുള്ളത്. ഓക്കെ, മൂവിങ് ടു ബ്ലോക്ക് നമ്പർ 2 ഇൻകം ടാക്സ് ആണ്. TDS ആൻഡ് TCS ആണ് ആദ്യം വരുന്നത്. അതിൽ അഡ്വാൻസ് ടാക്സിനെ പറ്റിയിട്ടുള്ളൊരു ചോദ്യം SAക്ക് പ്രതീക്ഷിക്കുന്നു, പ്രോബ്ലം. പിന്നെ ഈ പറയുന്ന TDSനെ പറ്റിയുള്ള ഒരു പ്രോബ്ലം 5 മാർക്കിന് പ്രതീക്ഷിക്കുന്നുണ്ട്. ബ്ലോക്ക് നമ്പർ 2 യൂണിറ്റ് നമ്പർ 2ൽ നിന്ന് ഒരു essay തിയറിയും പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ബ്ലോക്കാണ് ബ്ലോക്ക് നമ്പർ 2 കേട്ടോ. അപ്പോൾ നമുക്ക് കിടക്കാം. നിങ്ങൾ ഫോക്കസ് കൊടുക്കേണ്ട ഏരിയാസിലോട്ടാണ് പോകുന്നത്. ആദ്യം തന്നെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, നിങ്ങൾ ഡിഗ്രിക്ക് പഠിച്ചിട്ടുള്ള ആ കാര്യങ്ങളൊക്കെ ആദ്യം നിങ്ങൾക്ക് സ്റ്റാർട്ടിങ്ങിൽ കാണാൻ സാധിക്കും. എങ്കിലും നിങ്ങൾ ഫോക്കസ് കൊടുക്കേണ്ട ഏരിയാസ് അവിടെ ഇല്ല. ഇപ്പോൾ ഓൾട്ടർനേറ്റീവ് മിനിമം ടാക്സ് AMT എന്താണെന്നുള്ളതിൻ്റെ കൺസെപ്റ്റ് നോക്കി വയ്ക്കാം. AMT ഓൾട്ടർനേറ്റീവ് മിനിമം ടാക്സ് എന്താണ്, ദെൻ അതൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ മെയിൻ ഏരിയ വരുന്ന അവിടെ നിന്നല്ല. മിനിമം ഓൾട്ടർനേറ്റീവ് ടാക്സ് ഇതൊക്കെ ഉണ്ടെങ്കിൽ ഇതൊന്നും നല്ല ചോദിക്കുന്നത് മെയിനായിട്ട്. ചോദിച്ച് കണ്ടിട്ടില്ല ഇതുവരെയായിട്ട്, കാണാത്തതുകൊണ്ടാണ്. ഇവിടെ നിന്നിട്ടാണ് നമ്മുടെ പരിപാടി വരുന്നത്. TCS എന്താണ്, ടാക്സ് കളക്റ്റഡ് അറ്റ് സോഴ്സ്, എന്തായാലും നോക്കാം കേട്ടോ. ദെൻ അതിനുശേഷം സ്പെസിഫിക് ഗുഡ്സ്, ഇതാ ആപ്ലിക്കബിലിറ്റി ഓഫ് സെക്ഷൻ 206C നോക്കി വെച്ചോളൂ. ദെൻ പിന്നെ ഇതിൽ നമുക്ക് പ്രോബ്ലമാണ്, ഇത് 5 മാർക്കിൻ്റെയിലേക്ക് നമുക്ക് പ്രതീക്ഷിക്കാം. ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ TDSO TCSO ഇതിൽ ഏതെങ്കിലും ഒരു പ്രോബ്ലം വരാറുണ്ട്. ഇപ്പോൾ ഇത് 5 മാർക്സിലേക്കുള്ള ഒരു ജനറൽ എൻട്രിക്ക് എഴുതാൻ വേണ്ടിയിട്ടുള്ളൊരു ചോദ്യം ചോദിച്ചാൽ നമുക്ക് പറ്റണം. അപ്പോൾ ഇത് നോക്കി വെച്ചോളൂ. ദെൻ നെക്സ്റ്റ് TDS ആണ്. TDS വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്താണ് TDS എന്നുള്ളത് നോക്കി വയ്ക്കുക. ഒബ്ജക്റ്റീവ്സ് ഉണ്ട് TDSൻ്റെ, എഗെയിൻ ഇമ്പോർട്ടൻ്റ് ആണ്. TDSൻ്റെ ഒബ്ജക്റ്റീവ് ഇത് ഈ കാര്യം നോക്കണം കേട്ടോ, ഇമ്പോർട്ടൻ്റ് ആണ്. 5 മാർക്സിലേക്കോ വലിയ മാർക്കിൻ്റെ ചോദ്യത്തിലേക്കോ നമുക്ക് പ്രതീക്ഷിക്കാം എൻ്റെ സ്കീം. ദെൻ നെക്സ്റ്റ് ജനറൽ എൻട്രീസ് ആണ്. ഞാൻ പറഞ്ഞു 5 മാർക്സിൻ്റെ ചോദ്യത്തിലേക്ക് TDSൽ നിന്ന് ചോദ്യം വരാറുണ്ട്. അപ്പം എന്തായാലും നോക്കാം കേട്ടോ. ഈ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട്, നോക്കാം TDS കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, ഇനി ഈ TDS റിട്ടേൺ 2 മാർക്സ് ചോദ്യം. ദെൻ 2 മാർക്കിൻ്റെ ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ് ട്രേസസ് എന്താണ്. 5 മാർക്കിൻ്റെ ചോദിക്കാം. TDS റീകൺസിലേഷൻ അനാലിസിസ് ആൻഡ് കറക്ഷൻ എനേബിളിംഗ് സിസ്റ്റം, അതിനെയാണ് നമ്മൾ പറയുക ട്രേസസ് കേട്ടോ. അപ്പോൾ 2 മാർക്കിൻ്റെ എന്താണ് ട്രേസസ് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എഴുതാൻ പാകത്തിന് പഠിച്ചു വയ്ക്കുക. അത്രയ്ക്കുള്ളത് ട്രേസസിനെ പറ്റിയിട്ടുള്ളത്. ഇനി നെക്സ്റ്റ് നമ്മുടെ ഫോക്കസ് പോകേണ്ടത് അഡ്വാൻസ് ടാക്സ് ആണ്. അഡ്വാൻസ് ടാക്സിനെ റിലേറ്റ് ചെയ്തുള്ളൊരു ചോദ്യമാണ് SAക്ക് പ്രോബ്ലമായിട്ട് പ്രതീക്ഷിക്കാം. അപ്പോൾ അഡ്വാൻസ് ടാക്സ് എന്താണെന്നുള്ളത് പഠിക്കുക. ഇതാണ് പ്രോബ്ലം, SA ടോപ്പിക്കാണ്. അപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് കേട്ടോ അഡ്വാൻസ് ടാക്സിനെ റിലേറ്റ് ചെയ്തുള്ളൊരു പ്രോബ്ലം. കമ്പ്യൂട്ടേഷൻ ഓഫ് അഡ്വാൻസ് ടാക്സ് ആൻഡ് TDS ആണ്. ഇതാണ് SA ടോപ്പിക്ക്. ഓക്കെ, SAക്ക് പ്രോബ്ലം ഫോക്കസ് ചെയ്യേണ്ടത്. ഈസി ആയിട്ട് സ്കോർ ചെയ്യാം. SA പ്രോബ്ലം ചെയ്താൽ ഫുൾ മാർക്ക് അടിക്കാൻ പറ്റും കേട്ടോ. ഇപ്പോൾ TDSൻ്റെ പ്രോബ്ലം 5 മാർക്കിൻ്റെയിലും അഡ്വാൻസ് ടാക്സിൻ്റെ പ്രോബ്ലം നമുക്ക് 15 മാർക്കിൻ്റെയിലും പ്രതീക്ഷിക്കാം. നിർബന്ധമായും പഠിക്കുക കേട്ടോ, ഈ പ്രോബ്ലംസ് ഒക്കെ ചെയ്യാം. പിന്നെ നെക്സ്റ്റ് TDS ഫോംസ് ആണ്. അതിലുള്ള ഫോം 26Q, കമ്പ്യൂട്ടേഷൻ ഓഫ് ഇൻട്രസ്റ്റ് ആൻഡ് പെനാൽറ്റീസ്, ഇതൊക്കെ ജസ്റ്റ് നോക്കി വയ്ക്കാമെന്ന് മാത്രം. മെയിനായിട്ടുള്ളത് ഞാൻ പറഞ്ഞ TDSൻ്റെ പ്രോബ്ലം, അതുപോലെ തന്നെ അഡ്വാൻസ് ടാക്സിൻ്റെ പ്രോബ്ലം എന്തായാലും പഠിക്കുക. ഇൻട്രസ്റ്റ് പെനാൽറ്റി ഒക്കെ എന്താണെന്നുള്ളത് നോക്കി വെച്ചോളൂ കേട്ടോ. 2 മാർക്കിൻ്റെയിലൊക്കെ ചോദിക്കും തിയറി ആയിട്ട്. ഫോം 27C. ദെൻ നെക്സ്റ്റ് ഫോം 16 നോക്കണം, എടുത്ത് ചോദിക്കാറുള്ളതാണ് ഫോം 16നെ പറ്റിയിട്ട്. ദെൻ ഫോം 26AS ഇതിനിട്ട് മുമ്പ് ചോദിച്ചിട്ടുള്ളതാണ്. ഇതെന്തായാലും നോക്കണം കേട്ടോ. 26A6 പ്രൊസീജിയർ ഫോർ ഡൗൺലോഡിങ് ഈ ഫയൽ പോർട്ടൽ എങ്ങനെയാണെന്നുള്ളത് ഇതിനായിട്ട് മുമ്പ് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത്
5 മാർക്ക് ചോദ്യമാണ്. റീസൺസ് ഫോർ മിസ്മാച്ചസ് ബിറ്റ്വീൻ TDS സ്റ്റേറ്റ്മെൻറ്റ് ആൻഡ് ഫോം 26A6. ഇതിനായിട്ട് മുമ്പ് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അതെന്തെങ്കിലും പഠിക്കണം. അതെങ്ങനെയാണ് കറക്റ്റ് ചെയ്യുക എന്നുള്ളൊരു ചോദ്യം. അപ്പോൾ ആ ഒരു ഏരിയ സ്കിപ്പ് ചെയ്യാതിരിക്കുക. അപ്പോൾ ഇതൊക്കെയാണ് നമുക്കിതിൽ പറയാനുള്ളത്. അപ്പോൾ ബ്ലോക്ക് നമ്പർ 2 ഞാൻ പറഞ്ഞ TDS, അഡ്വാൻസ് ടാക്സ്, TCSൻ്റെ കാര്യങ്ങൾ, പിന്നെ എടുത്ത് പറഞ്ഞ ആ ഏരിയാസൊക്കെ നോക്കി വയ്ക്കുക കേട്ടോ. ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു essay പ്രോബ്ലം തന്നെ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ അതെന്തായാലും സ്കിപ്പ് ചെയ്യാണ്ട് പഠിക്കണം. സോ ദാറ്റ്സ് അബൌട്ട് ഈ ഒരു യൂണിറ്റ്. ഇനി ഈ ഒരു യൂണിറ്റിലോട്ട് പോകുമ്പോൾ 2 essay ടോപ്പിക്കുള്ളൂ. അതിലേതെങ്കിലും ഒരെണ്ണം മാറി അവർ പലപ്പോഴും ഇടാറുണ്ട്. ഫയലിംഗ് ഓഫ് ഇൻകം ടാക്സ് റിട്ടേൺ ആണ്. ഒന്നെങ്കിൽ അതെങ്ങനെയാണ് ഫയൽ ചെയ്യണം, അതിൻ്റെ പ്രൊസീജിയറും, പിന്നെ രണ്ടാമത് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഇൻകം ടാക്സ് റിട്ടേൺ. ഇതിലേതെങ്കിലും ഒരെണ്ണം മിക്ക പേപ്പറിലും അവർ ഇടാറുണ്ട്. ഇത് ഇത്രയേ ഉള്ളൂ, അതാ ഇതിലുള്ളൂ. അതല്ലാണ്ട് ഇതിൽ വേറെ ഒന്നും ശരിക്കും പറഞ്ഞാൽ പറയാനില്ല. ഓക്കെ, അപ്പോൾ അതല്ലാത്ത ഏരിയാസിൽ നിന്ന് ഇങ്ങനെ ചോദ്യങ്ങൾ കണ്ടിട്ടില്ല. റിട്ടേൺ, ഫയലിംഗ് ഓഫ് റിട്ടേൺ ആണ്. സോ മാൻഡേറ്ററി റിട്ടേൺ, വോളണ്ടറി റിട്ടേൺ, ഇതിൽ ഏതെങ്കിലും റിട്ടേണിനെ പറ്റിയിട്ട് 2 മാർക്കിൻ്റെ ചോദിക്കാം. മാൻഡേറ്ററി, വോളണ്ടറി, റിട്ടേൺ ഓഫ് ലോസ്, റിട്ടേൺ ഓഫ് ഇൻകം 2 മാർക്ക് ക്വസ്റ്റ്യൻ ആണ് ഇതൊക്കെ. റിട്ടേൺ ഓഫ് ലോസ്, റിട്ടേൺ ഓഫ് ഇൻകം ഒക്കെ. ദെൻ ബിലേറ്റഡ് റിട്ടേൺ, ഇതൊക്കെ എന്താണെന്ന് നോക്കണം. റിവൈസ് റിട്ടേൺ, ഡിഫക്റ്റീവ് റിട്ടേൺ. അപ്പം ഞാൻ പറഞ്ഞു 2 രീതിയിലാണ് ഫയലിംഗ് ഓഫ് ഇൻകം ടാക്സ് റിട്ടേണിൻ്റെ പ്രൊസീജിയറും പിന്നെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് റിട്ടേൺ. ഇതിലേതെങ്കിലും ഒരെണ്ണമാണ് കണ്ടോ, ഫയലിംഗ് ഓഫ് റിട്ടേൺ. ഇതിലേതെങ്കിലും ഒരെണ്ണം SC ഇടുന്നുണ്ട്. ഓക്കെ, എങ്ങനെയാണ് റിട്ടേൺ ഫയൽ ചെയ്യുക, പിന്നെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് റിട്ടേൺ. അപ്പോൾ ഇതിലേതെങ്കിലും ഒരു ചോദ്യം നമ്മൾ SCക്ക് പ്രതീക്ഷിക്കുന്നു. റിപ്പീറ്റ്, അതന്നെ ഇതിലുള്ളൂ, വേറെ ഒന്നും പറയാനില്ലേ. ITR ലോഡായി വരുന്നുള്ളൂ. ഓക്കെ, ഫോം ടു ബി ബേസ്ഡ്, ഓരോ ഫോം ഡീറ്റെയിൽസ് ഒക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഇതിൽ ഇതൊക്കെ ഉണ്ടെങ്കിലും ഈ 2 ഏരിയാസ് മെയിനായിട്ട് ഫോക്കസ് ചെയ്ത് പോയാൽ മതി കേട്ടോ. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഇതാണ് പ്രൊസീജിയർ ഫോർ ഫയലിംഗ് ഇൻകം ടാക്സ് റിട്ടേൺ. ITR 1 ഫയൽ ചെയ്യണതിൻ്റെ ഈ ഒരു ചോദ്യം, ഇതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്ന. കണ്ടോ, ഇത് essay ടോപ്പിക്. ഇതിനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഒന്നുകിൽ ഇത്, അതല്ലെങ്കിൽ ഞാൻ പറഞ്ഞു ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് റിട്ടേൺ. ഓക്കെ, അപ്പോൾ ബ്ലോക്ക് നമ്പർ 2 യൂണിറ്റ് നമ്പർ 2 നമുക്ക് 2 ഏരിയാസാണ്. ഒന്നെങ്കിൽ ഈ പറയുന്ന പ്രൊസീജിയർ, അല്ലെങ്കിൽ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് റിട്ടേൺ. അതിൽ ഈ പറയുന്ന പല റിട്ടേണിൽ ഏതെങ്കിലും, ഇപ്പോൾ ബിലേറ്റഡ് റിട്ടേൺ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഇല്ലേ, അത് സെപ്പറേറ്റ് എടുത്ത് ചോദിക്കുകയും ചെയ്യാം. ഏതൊക്കെ എന്താണ് മാൻഡേറ്ററി റിട്ടേൺ, വോളണ്ടറി റിട്ടേൺ, ഇതിൽ ഏതെങ്കിലും സെപ്പറേറ്റ് 2 മാർക്കിനെങ്കിലും ചോദിക്കാം. അപ്പോൾ ഇതിനെ ഇതിൽ നോക്കണ്ട കേട്ടോ. സോ ദാറ്റ്സ് അബൌട്ട് പ്രാക്ടിക്കൽ ടാക്സേഷൻ്റെ ഫോക്കസ് ഏരിയാസ്. ക്ലാരിറ്റി കിട്ടിയെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ലാസ്റ്റ് മൊമെൻറ്റിൽ പഠിക്കുന്ന കുട്ടികൾ SCക്കാണ് നിങ്ങൾ ആദ്യത്തെ ഫോക്കസ് പോകുന്നതെങ്കിൽ ഈ പറയുന്ന ബ്ലോക്ക് നമ്പർ 2 യൂണിറ്റ് നമ്പർ 2 ഈ ഏരിയാസ് നോക്കുക. പിന്നെ പ്രോബ്ലംസും ഫോക്കസ് ചെയ്ത് മുന്നോട്ട് പോകാൻ താല്പര്യമുണ്ടെങ്കിൽ ആ പ്രോബ്ലംസ് അധികം ബുദ്ധിമുട്ടെന്ന് പറയാനില്ല. ആ പ്രോബ്ലംസ് നോക്കിയാൽ തന്നെ നമുക്ക് ഒരു പ്രോബ്ലം കിട്ടും. അഡ്വാൻസ് ടാക്സ്, TDSും പിന്നെ ഈ GSTയുടെ എൻട്രീസ് നോക്കി കഴിഞ്ഞാൽ ഒരു പ്രോബ്ലം എന്തെങ്കിലും കിട്ടും. പിന്നെ ഞാൻ നിർബന്ധമായും പഠിക്കാൻ പറഞ്ഞുള്ള ബേസിക് ഏരിയാസ്, അത് ബേസിക് ക്വസ്റ്റ്യൻസ് 2 എല്ലാ പാർട്ടിലുള്ള ചോദ്യങ്ങൾ ഏറ്റവും കൂടുതൽ വരുന്നത് എവിടെ നിന്നാണ്? ബ്ലോക്ക് നമ്പർ 1 യൂണിറ്റ് നമ്പർ 1, ബ്ലോക്ക് നമ്പർ 2 യൂണിറ്റ് നമ്പർ 1. ഇതിൽ നിന്നാണ് നമുക്ക് 3 പാർട്ടുള്ള ചോദ്യങ്ങൾ വരുന്നത്. ഈ 2 ചെറിയ ചാപ്റ്റേഴ്സിൽ നിന്ന് ഇപ്പോൾ ബ്ലോക്ക് നമ്പർ 2 നിന്നാണെങ്കിൽ ഒരു essay ആണ് മെയിനായിട്ട് പ്രതീക്ഷിക്കുന്നുള്ളൂ. യൂണിറ്റ് നമ്പർ 2 ബ്ലോക്ക് നമ്പർ 1 ആണെങ്കിലും ചോദ്യങ്ങളുടെ എണ്ണം കുറവാണ്. ഇപ്പം ചങ്ക് എന്ന് പറയണത് ഇത് 2ആണ്. ബ്ലോക്ക് നമ്പർ 1 യൂണിറ്റ് നമ്പർ 1, ബ്ലോക്ക് നമ്പർ 2 യൂണിറ്റ് നമ്പർ 1. ഓക്കെ, ഇതൊക്കെയാണ് ഇതിനെ പറ്റിയിട്ട് പറയാനുള്ളത്.
അപ്പോൾ ഇനി ഉറപ്പായും പ്രതീക്ഷിക്കുന്ന ഓരോ പാർട്ടിലെ ചോദ്യങ്ങളുണ്ട്. അപ്പോൾ അതിൽ നമ്മൾ എന്തായാലും എക്സ്പെക്ട് ചെയ്യുന്ന ചോദ്യങ്ങളായിരിക്കും ഞാൻ പറയാം കേട്ടോ. പിന്നെ ഇനി ബാക്കിയുള്ള ഓരോ സബ്ജക്റ്റിൻ്റെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസിൻ്റെ വീഡിയോസായിട്ട് ഓരോ ദിവസം വരുന്നതായിരിക്കും. ഇതൊക്കെ ഫോളോ ചെയ്യുക. ദെൻ നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് പഠിച്ച് നല്ല മാർക്ക് മേടിക്കാൻ നിർബന്ധമായും ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. വിജയം സ്വപ്നം കാണുന്നവർ കോൺടാക്റ്റ് ചെയ്ത് നല്ല മാർക്ക് മേടിക്കുക. ഓക്കെ, മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാമെന്നുള്ള പ്രതീക്ഷയോടെ നിർത്തുന്നു. ദിസ് ഇസ് കിരൺ CS സൈനിങ് ഓഫ്. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.